ശോഭാ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊട്ടേഷൻ വന്നിരിക്കുന്നു. എന്താണ് ഇത്ര പകയ്ക്ക് കാരണം? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായി പൊളിച്ചു കാണിക്കുന്ന, തുറന്നു കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹ്വ എന്നറിയപ്പെടുന്ന മീഡിയ വൺ, മുക്കാൽ മീഡിയ, ഈ ചാനൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ജനസ്വാധീനമുള്ള, ഏറ്റവും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട വനിതാ നേതാവിനെ ആകെ മോശപ്പെടുത്താൻ വേണ്ടി നിരന്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഒരു വൃദ്ധയ്ക്ക്, ദേവു എന്ന് പറയുന്ന ഒരു വൃദ്ധയായ അമ്മയ്ക്ക് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു സ്ത്രീ, ആ മുഖം കാണാത്ത ഒരു സ്ത്രീ നടന്നു പോകുന്നു, കാശ് കൊടുക്കുന്നു, എന്നിട്ട് ശോഭയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് അടുത്തൂടെ നടന്നു പോകുന്നു, വണ്ടിയെ കയറുന്നൊന്നുമില്ല. ഇതൊക്കെ മതിലിനപ്പുറത്ത് വെച്ച് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താണെന്നൊക്കെ കട്ട് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യം. ഇതിപ്പോൾ നമുക്ക് നാളെ നമ്മളൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതായത് ഇത്തരം ഒരു സംഭവം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറക്കി ഒരു നാടകം നടന്നു. ആ നാടകം സ്ഥാനാർത്ഥി അത് അവഗണിച്ചതുകൊണ്ട് നടന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ ഓപ്പറേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ നാളെ നടത്തുന്നുണ്ട്. ഏതായാലും അതുപോലെ തന്നെ വളരെ പ്ലാൻ ചെയ്ത് ഈ സ്ത്രീയെ ഇറക്കി അവർ വന്ന് ചെയ്യുന്നു. എന്നിട്ട് ഈ അമ്മയുടെ പക്കൽ കയ്യിൽ 5000 രൂപ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതില്ല. അല്ല, 5000 കാണുന്നില്ല, മടക്കി വെച്ച് 5000 എന്ന് പറയുന്നു, നോട്ട് കാണിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കൊടുത്തതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പൈസ കൊടുത്തിട്ട് പോകുന്ന സ്ത്രീയുടെ കൂടെ വരുന്നത് കോൺഗ്രസ് നേതാവാണ്. അതെ. അപ്പോൾ ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വാർത്ത ഉണ്ടാക്കുക, ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആദ്യം പാലക്കാട്ടെ മാധ്യമങ്ങളുടെ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വണ്ണിൻ്റെ ലേഖകനായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മീഡിയ വണ്ണിൻ്റെ ആളുകൾ അത് പ്ലാൻ ചെയ്തു. അങ്ങനെ അവരത് പ്ലാൻ ചെയ്ത് പൊലിപ്പിച്ചെടുത്തു, സകല മാധ്യമങ്ങളും ഏറ്റെടുത്തു. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ വളരെ ക്ഷോഭത്തോടെ പൊട്ടിത്തെറിച്ച് മീഡിയ വണ്ണിനും, ആ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞുകൊണ്ട് പാലക്കാട് നോക്കുമ്പോൾ ശ്രീനിവാസൻ്റെ നാടാണ്. സ്വയംസേവനായ ശ്രീനിവാസനെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സ്ഥലമാണ് പാലക്കാട്. ആ പാലക്കാട്ട് ശ്രീനിവാസൻ്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ വഹിച്ച പങ്കിനെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. ഇതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി ശോഭയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ശോഭയെ തീർക്കുക, രാഷ്ട്രീയമായി തീർക്കുക എന്നതാണ് പ്രകടമായി പറയുന്നതെങ്കിലും ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞ കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ വാഹനം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു വാഹനം വരുന്നു, അതിൽ ചില ആളുകളുണ്ട്. അതിലൊരു പയ്യൻ, ശോഭാ സുരേന്ദ്രൻ്റെ മകനേക്കാളും പ്രായം കുറഞ്ഞ ഒരു പയ്യനിരുന്ന് അശ്ലീലാംഗം കാണിക്കുന്നു. അപ്പോൾ ശോഭാ ഇറങ്ങി ചെന്നിട്ട് വൃത്തികേട് കാണിക്കരുതെന്ന് പറഞ്ഞു. വേണ്ടി വന്ന് അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കും എന്ന് തന്നെ പറയണ്ടേ? അതെ. പോക്കൃത്തരം കാണിക്കുന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയാണ് കൊടുക്കേണ്ടത്. അത് അടി കൊടുക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കേണ്ടതാണൊക്കെയാണ്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ടെലഫോൺ സംഭാഷണം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ തിരികെ മനഃപൂർവ്വം അത് ശോഭ എന്തോ ചീത്ത പറഞ്ഞു വരുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബീപ്പ് കഴിക്കുന്നു. അത് ആ ഓഡിയോ കേട്ടാൽ അറിയാം, ഈ പറയുന്ന ആളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പറയുകയാണ്. ചില ആളുകളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് അവർ ബീപ്പാക്കി മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറയുന്നത് ആ ഭാഗത്തെല്ലാം ശോഭ പച്ചത്തെറിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇങ്ങനെ ഒരാളെ, ഒരു വനിതയെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമല്ല ഇലക്ഷൻ കേസ് വന്നത്, ഷാനിമോൾ ഉസ്മാനെതിരെ കേസ് വന്നിട്ടുണ്ടല്ലോ. ഈ ഷാനിമോൾ ഉസ്മാനെതിരെ വന്നിട്ടുള്ള പരാതി, ആക്ഷേപം ഇവിടുത്തെ ചാനലുകൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. ഷാനിമോൾ ഉസ്മാനെതിരെ അതീവ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ആക്ഷേപം വന്നിട്ടുണ്ട്, അത് ചർച്ച ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു എന്ന പേരിൽ ശോഭാ സുരേന്ദ്രനെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ശോഭാ സുരേന്ദ്രനെ രാഷ്ട്രീയമായി ഫിനിഷ് ചെയ്യും, അതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഒരു വനിത, കേരളത്തിലെ ഏറ്റവും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യ എന്ന് വിലയിരുത്തപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു വനിതാ നേതാവ് BJPയുടെ ഭാഗത്തുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിധ്വംസക ഭീകരബന്ധമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ
അണികളിലും നേതൃത്വത്തിലുമൊക്കെ വലിയ അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് ശോഭയെ എങ്ങനെയും ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ്. അത് പറ്റുമെങ്കിൽ രാഷ്ട്രീയമായി, അതല്ലെങ്കിൽ കായികമായി പറ്റുമെങ്കിൽ അതും എന്നിവർ ആലോചിക്കുന്നു എന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടർ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിരിക്കുന്നു, ഞങ്ങളെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചു, ഞങ്ങൾക്ക് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഇത് ശോഭാ സുരേന്ദ്രൻ പിൻവലിച്ചും മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തൂക്കിക്കൊല്ലും. അങ്ങനെ ഈ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് തൂക്കിക്കൊല്ലുമല്ലോ, അങ്ങനെ ശോഭാ സുരേന്ദ്രനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ പരിപാടി. പക്ഷേ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, 1 കോടി രൂപ ശോഭാ സുരേന്ദ്രൻ കൊടുക്കുകയും വേണം. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിലിങ്ങനെ കോടികളിങ്ങനെ അട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ശോഭ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു വന്ന ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. അവർ രാഷ്ട്രീയത്തിൽ വന്നു. രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നേതാവായിട്ട് മാറി. ശോഭയുടെ മകൻ അവരുടെ പ്രാർത്ഥനയുടെയും കണ്ണീരിൻ്റെയും ഒക്കെ ഫലമായി അമേരിക്കയിൽ ഒരു വലിയ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായിട്ട്, സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് ശോഭ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുമ്പും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ശോഭയ്ക്ക് കോടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ അതേക്കുറിച്ചൊന്ന് സംസാരിച്ചതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മകൻ പഠിച്ച് മിടുക്കനായി അമേരിക്കയിൽ കോടികൾ ശമ്പളം പറ്റുന്ന ഒരു ജോലിയിലെത്തിയാൽ അതുപോലും ഈ അമ്മയെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നീചമായ പ്രവർത്തനം ഉണ്ടല്ലോ. കാരണം അത് ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റുള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ പച്ചവെള്ളം ചവച്ചരയ്ക്കുന്ന ഒരു സംഘടനയാണല്ലോ. കാരണം നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത് ഒരു ഗ്ലോബൽ സംഘടനയാണ്. ലോകത്തെല്ലായിടത്തും അവർക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ഇസ്ലാമിക രാജ്യം, ലോകം മുഴുവൻ ഇസ്ലാം പ്രചരിപ്പിക്കുക, ഇന്ത്യയെ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വി.ഡി. സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്, അവരിപ്പോൾ മതേതരരായി എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ മാറിയിട്ടൊന്നുമില്ല, ഞങ്ങളുടെ സിദ്ധാന്തമൊക്കെ അന്നും ഇന്നും ഒന്നു തന്നെയാണ്. ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മതേതരത്വം അറിയാൻ പറ്റും. അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ പച്ചയ്ക്ക് കത്തിച്ച്, കെട്ടിത്തൂക്കി കത്തിച്ച് ഒന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുക, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു ഭരണം വന്നപ്പോൾ എന്താണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നവരാണല്ലോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അവർക്ക് ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭരണമുള്ളൊരു രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ളൊരു ഭരണം വന്നപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ വേട്ടയാടി, എത്ര പേരെ കൊലപ്പെടുത്തി, എങ്ങനെയൊക്കെ കൊന്നു, സ്ത്രീകളെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരെ ഇടപെടേണ്ടി വന്നു ബംഗ്ലാദേശിലെ ഈ വംശഹത്യ, ഹിന്ദു വംശഹത്യക്കെതിരെ. അത് ചെയ്തു മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ഞങ്ങൾ ചെമ്മരിയാളാണ്, ഞങ്ങൾ ആട്ടിൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുയൽ കുഞ്ഞുങ്ങളെ പോലെ ശാന്തരാണെന്ന് ഭാവിച്ച് നിൽക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൻ്റെ കൂടെയാണ്. അവരുടെ വെൽഫെയർ പാർട്ടി UDFൻ്റെ കൂടെയാണ്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയും BJPയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത്. ആ മത്സരം നടക്കുമ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന ആൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പിക്കാൻ വേണ്ടി എന്തു വിടുപണിയും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കി വിട്ടത്. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ അതിനെ അതിജീവിക്കുകയും അതിൻ്റെ പിന്നിലെ കള്ളത്തരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയും ലോകം മുഴുവനും അത് എഡിറ്റ് ചെയ്ത, വ്യാജമായി നിർമ്മിച്ച, ഫേക്കാക്കി ഉണ്ടാക്കിയ ഒരു കൈക്കൂലി നാടകമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. കുറേ അന്തം കമ്മികൾക്കും ഈ അന്ധമായ UDF ഭ്രാന്തുള്ളവർക്കും ഒഴികെ എല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഈ നാടകം പൊളിഞ്ഞു. അതിനുശേഷം അതിന് പറ്റിയ പരിക്കിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ കേസുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ കക്ഷി എന്ന് വിളിച്ചിരിക്കുന്നു. വർഗീയ പാർട്ടിയെ പിന്നെ എന്താണ് വിളിക്കുക? മതേതര പാർട്ടി എന്ന് വിളിക്കാൻ പറ്റും? മതേതര അല്ല, അയ്യോ അങ്ങനെ പറയല്ലേ. ഇപ്പോൾ കേരളത്തിലെ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ കൊടിയുടെ നിറം പച്ച ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്, ഒരു അടയാളമാണ്. ആ കൊടിയിലുള്ള ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. ആ ചന്ദ്രക്കലയും നക്ഷത്രവും എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്. ഈ കൊടിയും ആ കൊടിയിൽ ഈ ചിഹ്നവുമുള്ള പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അവർ മതേതരത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ RSS വർഗീയ പാർട്ടി എന്ന് പറയുന്നു, എന്നിട്ട് ഇവർ മതേതര പാർട്ടിയാണെന്ന് പറയുന്നു. പേര് മുസ്ലിം ലീഗ്, കൊടി പച്ച, കൊടിയിൽ ചന്ദ്രക്കലയും നക്ഷത്രം, എന്നിട്ട് ഞങ്ങൾക്ക് മതമില്ല എന്ന് പരസ്യമായി പറയൂ. ഇപ്പോൾ പരസ്യമായിട്ടല്ല, ഇപ്പോൾ രഹസ്യമായി പറയുന്നുണ്ടല്ലോ നേതാക്കന്മാർ. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആളെ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. ഇത് രണ്ടും പറഞ്ഞ ആളെ തള്ളി പറയാത്ത പാർട്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇപ്പം മതത്തിൻ്റെ പേരിൽ
പാർട്ടി ഉണ്ടാക്കാം, മതത്തിൻ്റെ പേരിട്ട് പാർട്ടി ഉണ്ടാക്കാം, മതത്തിൻ്റെ കൊടി ഉണ്ടാക്കാം, മതചിഹ്നം പ്രകടിപ്പിക്കാം, എന്നിട്ട് അവർ മതേതരവരാണെന്ന് പറയും. അപ്പോൾ അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടും കാഫിറുകളെ കൊല്ലും, ഇസ്ലാമിക ഭരണം വരണം. അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ ആണെങ്കിൽ ഒരു കാഫിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അവരെ തോൽപ്പിക്കാനുള്ള പണി ചെയ്യും. ആ തോൽപ്പിക്കാനുള്ള പണിക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കും, അത് വാർത്തയാക്കും. എന്നിട്ട് പരാജയപ്പെട്ട് തോറ്റമ്പി കഴിയുമ്പോഴത്തേക്ക് കേസ് കൊടുക്കാൻ തീരുമാനിക്കും. ഇവർ കരുതുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കേസ് കൊടുത്താൽ ശോഭാ സുരേന്ദ്രൻ അങ്ങ് ഭയന്നു പോകും എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ഇനിയും ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി ശോഭാ സുരേന്ദ്രനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ രഹസ്യമായി ഒരു യുദ്ധമായിരുന്നെങ്കിൽ പരസ്യ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് പാലക്കാട് നടന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും മെയ് 4 ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. അത് മനസ്സിലാവാത്ത ആളുകളല്ല, അത് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് നിരന്തരം ഈ വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്താനുള്ള പരിപാടിയുമായിട്ട് ഇവരുടെ ഈ ബിഗ് TV എന്ന് പറയുന്ന ചാനലില്ലേ, അതിലെ ഒരു അവതാരക നേരെ ഇവിടെ പോയി പാലക്കാട് ചെന്നിട്ട് ഒരു ആൾക്കാരോട് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് ചോദിക്കുക, മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് ചെന്നിട്ട് നിങ്ങൾ ആര് ജയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനിൽ ആര് ജയിക്കണം, അപ്പോൾ അവർ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം, ശോഭയേച്ചി ജയിക്കണം. അപ്പോൾ ഒരുപാട് 1, 2 അല്ല 5, 6, 7 പേര് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് BJPയുടെ കോട്ടയാണെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ടൈറ്റ് കോമ്പറ്റീഷൻ ആണെന്ന് ഒരാൾ പറഞ്ഞ് ഒരു പ്രതീക്ഷ വന്നു. അപ്പോൾ പറഞ്ഞ് ആര് ജയിക്കും, ശോഭയേച്ചി ജയിക്കും. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ 1 കിലോമീറ്ററോളം ഇവർ നടക്കുന്നു, മാർക്കറ്റിനകത്ത് കയറുന്നു. അവിടെ എല്ലാം ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ശോഭയേച്ചി മതി. അപ്പോൾ ഇവർ പറയണം നമുക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരം മാറാം. അപ്പോഴത്തേക്കും അതെ, അപ്പോഴത്തേക്ക് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കിട്ടുമല്ലോ എന്ന്. അതായത് ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യമല്ല. അതാണ് ഇതിനകത്ത്. ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയിലേക്ക് വരുന്ന MLA ആയിട്ട് വരുന്ന ഓട് പൊളിച്ച് വന്നെന്ന് ഇവർ പറയും. അതെ, കാരണം BJPക്കാരുടെ വിജയം ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ പ്രിയനും പ്രജിതയും കൂടെ ഒരു ടോക്ക് ചെയ്തത് ഞാൻ കണ്ടു. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിറളി പിടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ കണക്കുകൂട്ടൽക്കപ്പുറത്ത് ഇപ്പോൾ മാതൃഭൂമി പോലെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഇങ്ങനെ എഴുതി കാണിക്കേണ്ടി വന്നിരിക്കുന്നു. NDAയുടെ ബോക്സ് കാണിച്ചിട്ട് അതിന് നമ്പർ എഴുതേണ്ടി വന്നിരിക്കുന്നു. നേരത്തെ NDA ഒരു പ്രതീക്ഷയും പുലർത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇപ്പോൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും NDA ജയിക്കുകയോ ജയസാധ്യതയുള്ള മുന്നണിയോ അല്ലെങ്കിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഡിസൈഡിങ് ഫാക്ടറോ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇവർക്കറിയാം, കൃത്യമായിട്ടറിയാം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ ആദ്യം ജയിച്ച് MLAമാരായി BJPയുടെ MLAമാരായി രംഗത്ത് വരാൻ പോകുന്നവരിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അപവാദ പ്രചരണത്തിൽ കുറുക്കി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ തുനിഞ്ഞിറങ്ങിയിരിക്കുക. അക്കൂട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ശോഭാ സുരേന്ദ്രനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാലൊന്നും കൂടില്ല. ശോഭാ സുരേന്ദ്രൻ തീയിൽ കുരുത്തതാണ്, ഒരു വെയിലത്തും വാടാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.